ഹലോ, നമുക്കിന്നൊരു യാത്ര പോയാലോ? ഒരു അടിപൊളി സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. വരൂ. ഇത് സിതാബ് എന്നുള്ള സ്ഥലമാണ്. ഇത് മസ്കറ്റിലെ ഒരു അടിപൊളി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സിതാബ്. ഇവിടെ ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പം അവർ നമ്മളെ ബോട്ടിൽ ഡോൾഫിൻ വാച്ചിന് കൊണ്ടുപോകാം. സ്നോർക്കലിംഗ് വേണ്ടവർക്ക് അങ്ങനെയുണ്ട്, സ്പീഡ് ബോട്ട് വേണ്ടവർക്ക് അങ്ങനെയുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ട്രിപ്പിന് നമ്മുടെ ബോട്ട് ഡ്രൈവറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബോട്ട് ഡ്രൈവർ ഒരു മലയാളി ചേട്ടനായിരുന്നു. അപ്പോൾ നമുക്ക് ഡോൾഫിൻ വാച്ചിന് പോവാം. എന്തായാലും നമുക്ക് ട്രിപ്പ് തുടങ്ങാം. 2 മണിക്കൂറാണ് നമ്മൾ ഡോൾഫിനെ വാച്ച് ചെയ്യാനായിട്ട് കടലിൽ സ്പെൻഡ് ചെയ്യുന്നത്. ടൂറിസ്റ്റ് സീസൺ ആയതുകൊണ്ട് തന്നെ കടലിൽ ധാരാളം ബോട്ടുകളുണ്ടായിരുന്നു. സ്വദേശികളും വിദേശികളും എല്ലാമായി ഒത്തിരി ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഡോൾഫിൻസൊക്കെ വെള്ളത്തിൽ തുള്ളിച്ചാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവരെ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ക്യാമറ ഇടതുവശത്തേക്ക് ഫോക്കസ് ചെയ്യുമ്പം അവർ വലതുവശത്ത് ചാടും, വലതുവശത്തേക്ക് ഫോക്കസ് ചെയ്യുമ്പം അവർ മുന്നിൽ ചാടും. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. ഇനി നമുക്ക് ഡോൾഫിൻസ് ചാടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ചൂടുള്ള സമയത്താണ് അവർ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത്. തണുപ്പായി കഴിയുമ്പോൾ അധികം ഡോൾഫിനെ കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ ചെന്ന സമയം കുറച്ച് ചൂടുള്ള സമയമായിരുന്നു. അത് കാരണം ഡോൾഫിൻസ് എല്ലാം വളരെ ഹാപ്പി ആയിട്ട് നീന്തി തുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ബോട്ട് ഡ്രൈവേഴ്സിനെല്ലാം അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് അറിയാം എങ്ങനെ പോയാൽ എവിടെ പോയാൽ അവരെ വാച്ച് ചെയ്യാൻ പറ്റും, എങ്ങനെ ടൂറിസ്റ്റിന് അത് അട്രാക്റ്റീവ് ആവും എന്നൊക്കെയുള്ളത്. എല്ലാവരും ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഈ ഒരു ട്രിപ്പിന് പോകുന്നത്. എന്തായാലും മനസ്സ് നിറയെ ഡോൾഫിനെ കണ്ടിട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു കൂട്ടം ഡോൾഫിൻസ് നീന്തി തുടിക്കുന്നുണ്ട്. ഓരോ തവണ ഡോൾഫിനെ കാണുമ്പോഴും ബോട്ടിൽ ഭയങ്കര ബഹളമാണ് കേട്ടോ. എല്ലാവരും ബോട്ടിൽ തന്നെ ഓടി നടന്ന് വീഡിയോ എടുക്കാനുള്ള ശ്രമമാണ്. ക്യാമറ സെറ്റായി വരുമ്പോഴത്തേക്ക് അവരവരുടെ വഴിക്ക് പോകും. ഒരു കൂട്ടം തിരയിൽപ്പെട്ട് ബോട്ട് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു സൈഡിൽ തിരമാലകളും ഒരു സൈഡിൽ ഡോൾഫിനും. അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ബോട്ടിൽ ഒത്തിരി ടൂറിസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഇവിടെ പ്രൈവസി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. അത് കാരണം ഞാൻ ബോട്ടിൻ്റെ ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ. ഇവരിങ്ങനെ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല കേട്ടോ. ഓരോ തവണ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഏകദേശം 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു പോരാനുള്ള സമയമാവും. അപ്പം ഈ ബോട്ട് ഡ്രൈവേഴ്സ് നമ്മളെ കടൽ തീരത്തുള്ള ഫോർട്ടുകൾ, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് അതൊക്കെ നമ്മളെ കാണിച്ചു തരും. കുറച്ച് നേരം കാണാതിരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാൻ തുടങ്ങും. അപ്പോഴുണ്ടടാ അടുത്ത കൂട്ടം ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് പെട്ടെന്ന് നീന്തി തുടിച്ചു വരും. അപ്പോൾ ബോട്ടിൽ എല്ലാവരും എക്സൈറ്റഡ് ആവും. ചാടി എണീറ്റ് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാൻ തുടങ്ങും. എൻ്റെ അമ്മേ, ഒരു സൂപ്പർ വ്യൂ ഉണ്ടോ? നിങ്ങൾക്ക് ഡോൾഫിനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കി കേട്ടോ. ഒന്നാമത് ബോട്ട് ആടി ഒലഞ്ഞിരിക്കുകയായിരിക്കും, നല്ല തിരമാലകളുണ്ട്. അതിൻ്റെ കൂടെ ആൾക്കാർ, അതായത് ടൂറിസ്റ്റ് ഓരോ സൈഡിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇച്ചിരി റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്നും കൂടി വേണമെങ്കിൽ പറയാം. സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഫോൺ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ പോകാൻ ചാൻസ് ഉണ്ട്. തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ കുറേ ഡോൾഫിൻസ് ബോട്ടിൻ്റെ സമീപത്തു കൂടി നീന്തി തുടിച്ച് ചാടി വരുന്നുണ്ട്. ഇവരെ കണ്ടിട്ട് ബോട്ടിൽ ഭയങ്കര ആർപ്പുളിയായിരുന്നു കേട്ടോ. പിന്നിപ്പം എല്ലാവരും ഫോണൊക്കെ താത്ത് വെച്ചിട്ട് കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിക്കാൻ തുടങ്ങി. ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. നമുക്ക് ബൈ പറയാനായിട്ട് ഇവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ വന്നതാണോ എന്ന് സംശയം.
ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമയം തീരാറായി. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരാനുള്ള പരിപാടി കേട്ടോ. ഇത് മോളാണ്. ഒരാഴ്ചത്തെ ലീവിന് ആൾ കേരളത്തിൽ നിന്ന് വന്നതാണ്. വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ഡോൾഫിൻസിനെയൊക്കെ കണ്ട്. നല്ല വെയിലാണ് ഫ്രണ്ടിൽ, പക്ഷേ അവൾ ഫ്രണ്ടിൽ നിന്ന് മാറിയിട്ടില്ല. ബോട്ട് യാത്രയുടെ അടുത്ത ഒരു ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ തിരമാലകളാണ്. ബോട്ട് ഇങ്ങനെ വേഗത്തിൽ പോകുമ്പോഴത്തേക്ക് ആ വെള്ളം ഇങ്ങനെ നീങ്ങുന്നുണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ്. ഒമാനിൽ വന്നിട്ട് കടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സീയും സീഷോറും ഭയങ്കര ക്ലീനാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കും. ഇനി നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ബോട്ടിൻ്റെ ബാക്ക് സൈഡിൽ പോയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് രസമാണെന്ന് നോക്ക്, പതഞ്ഞുള്ള വെള്ളം. ഇത് ഒമാൻ്റെ തീരത്തുള്ള ഫോർട്ടാണ്. തിരിച്ചു വരുന്ന വഴി ബോട്ട് ഡ്രൈവേഴ്സ് ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മളെ കൊണ്ടുവരും. എന്നിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉയരത്തിലുള്ള മലകളും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കടലും ഉണ്ടാവും. ദേ എലിഫൻറ്റ് റോക്ക് കണ്ടോ. അങ്ങനെ നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസുമായിട്ട് ബോട്ടെല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ബോട്ടൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. ഈ ട്രാവൽ വ്ളോഗ് ഇഷ്ടമായോ? Thanks for watching.